കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ രാഷ്ട്രപതി വളരെ ആർഭാടപൂർണമായിട്ടുള്ള വളരെ പ്രൗഢോജ്വലമായിട്ടുള്ള ഒരു പാർട്ടി നടത്തിയിരുന്നു. ആ പാർട്ടി നടത്താൻ കാരണം വ്ളാദിമിർ പുടിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ്, അദ്ദേഹത്തെ ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലുള്ളൊരു പാർട്ടി നടത്തിയത്. അപ്പോൾ അത്തരത്തിലൊരു പാർട്ടി നടത്തിയപ്പോൾ അതിലേക്ക് യഥാർത്ഥത്തിൽ മലയാളിയായിട്ടുള്ള ശശി തരൂർ ക്ഷണിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. അദ്ദേഹം അവിടെ ചെന്ന് അതിൽ വളരെ സന്തോഷപൂർവ്വം തന്നെ പങ്കെടുത്തു. പക്ഷേ ഈ പങ്കെടുത്തപ്പോൾ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് അതിന്. കാരണം യഥാർത്ഥത്തിൽ തരൂർ അങ്ങനെ പങ്കെടുക്കാമായിരുന്നു എന്ന് ചോദിച്ചാൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, പ്രധാനപ്പെട്ട എല്ലാ ആളുകളെയും ഒക്കെ വിളിച്ചപ്പോഴും രണ്ടുപേരെ അവർ കൃത്യമായി വിട്ടുകളഞ്ഞു. ആ രണ്ടുപേരെ വിട്ടുകളഞ്ഞത്, ഒന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, അദ്ദേഹം ഇന്ത്യയുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. രണ്ടാമത്തേത് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. പക്ഷേ ആ ഒരു പദവിയിൽ അദ്ദേഹത്തെ വിളിക്കണം എന്ന് നിർബന്ധം പിടിക്കാൻ കഴിയില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ ഇവരെ രണ്ടുപേരെയും വിളിക്കാതെ യഥാർത്ഥത്തിൽ ശശി തരൂരിനെ മാത്രം ആ പാർട്ടിയിലേക്ക് വിളിച്ചു. അപ്പോൾ ഈ പാർട്ടിയിലേക്ക് വിളിച്ചു എന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റം മോശപ്പെട്ടൊരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതിലേക്ക് ഞാൻ വരാം. പക്ഷേ ഇതിന് ഒരു ന്യായീകരണം ചുമക്കാൻ വേണ്ടിയിട്ട് BJPയുടെ ഗൗരവ് ഭാട്ടിയ എന്ന് പറയുന്ന അവരുടെ ഒരു ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ തന്നെ വന്ന് ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനം നടത്തിയതിലൂടെ പറയുന്നത്, ഈ രാഹുൽ ഗാന്ധിയെ വിളിക്കാത്തത്, അതുപോലെ തന്നെ ഇവരെയൊക്കെ വിളിക്കാത്തതിൻ്റെ കാരണം ഇവർക്കൊന്നും കൃത്യമായി പെരുമാറാൻ അറിയില്ല, എങ്ങനെയാണ് ഒരു വളരെ പക്വമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തേണ്ടതെന്ന് അറിയില്ല, ഒരു ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്ന ആളുകളാണ്, കഴിഞ്ഞ റിപ്പബ്ലിക് ഡേ പരേഡിൽ പോലും ഇദ്ദേഹം പങ്കെടുക്കാതിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വിമർശനങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ചെയ്തത് അങ്ങേയറ്റം നരേന്ദ്രമോദി ഗവൺമെൻറ് ഏകാധിപത്യത്തിലേക്ക് നടന്നെടുക്കുന്നു എന്നുള്ളതിൻ്റെ പ്രവണതയാണ്. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നേതാവിന് വലിയ സ്ഥാനമുണ്ട്, അദ്ദേഹത്തെ പരിഗണിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഒരു 30-35% വോട്ട് കിട്ടുന്ന ആളാണ് ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നയാളാണ് കൂടുതൽ ആളുകളെ പ്രതിനിധീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരായി വോട്ട് ചെയ്ത എല്ലാ ആളുകളുടെയും ഒരു പ്രതിനിധിയായിട്ട്, ഏതാണ്ട് 60-65% വോട്ട് ചെയ്യാത്തവരുടെ പോലും പ്രതിനിധിയായിട്ടാണ്, ഇവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യാത്ത എല്ലാവരുടെയും പ്രതിനിധിയായിട്ടാണ് ഈ രാഹുൽ ഗാന്ധിയെ നമ്മൾ കണക്കൂട്ടുന്നത്. അതിപ്പോൾ രാഹുൽ ഗാന്ധിയോ എക്സോർ വൈയോ ആരും ആയിക്കോട്ടെ, പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ കണക്കൂട്ടുന്നത് അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള പരിപാടികളിലേക്ക് ക്ഷണിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ മറ്റു പറയുന്നതൊക്കെ, ഗൗരവ് ഭാട്ടിയ വന്ന് പറയുന്നതൊക്കെ വെറും വിദണ്ഡവാദങ്ങളാണ്, വെറും മണ്ടത്തരങ്ങളാണ്. അതൊക്കെ പോട്ടെ. അടുത്തത് നമുക്കറിയാം, ഇവർ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇത് വിളിച്ചില്ല എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തെ വിമർശിക്കാനും കൂടി സമയം കണ്ടെത്തിയിരിക്കുന്നു ഗവൺമെൻറ് എന്നുള്ളതാണ്. നമ്മുടെ അകത്ത് പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അകത്തുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇവിടെ തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഏതൊരു കുടുംബത്തിലും ഉള്ളതുപോലെ ഇന്ത്യക്കകത്ത് ചില പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ അതൊക്കെ തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അത് തീർക്കുന്നതിന് പകരം വ്ളാദിമിർ പുടിൻ എന്ന് പറയുന്ന ഒരു റഷ്യയുടെ ഈ പറഞ്ഞ പോലെ ചീഫായിട്ടുള്ള ഒരാൾ, അദ്ദേഹം വന്ന് പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ നമ്മളുടെ യൂണിറ്റി കാണിക്കേണ്ടതിന് പകരം, നമ്മളുടെ ഈ പറഞ്ഞ പോലെ ജനാധിപത്യത്തിൻ്റെ ശക്തി കാണിക്കേണ്ടതിന് പകരം, ഏകാധിപതിയായിട്ടുള്ള വ്ളാദിമിർ പുടിൻ വന്നിരിക്കുന്നതിൽ ഏതാണ്ട് അതേപോലെ തന്നെയുള്ള ഒരു സമീപനം, അല്ലെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും എത്തുന്ന ഒരു സമീപനമാണ് നരേന്ദ്രമോദി കാണിച്ചത് എന്ന് പറയാതെ വയ്യ. ഇത് ഒഫീഷ്യലി ഇത് രാഷ്ട്രപതി ഹോസ്റ്റ് ചെയ്യുന്ന, രാഷ്ട്രപതി ആതിഥേയത്വം വഹിക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് രാഷ്ട്രപതിയെങ്കിലും അത് ഓർമ്മിക്കേണ്ടതും അതുപോലെ തന്നെ പറയേണ്ടതുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ആവശ്യമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അത് ചെയ്യാതിരുന്നത് വളരെ മോശമായി പോയി. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ശശി തരൂരാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശശി തരൂർ ഇത്തരത്തിൽ സ്വന്തം നേതാക്കന്മാരായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെയും അതുപോലെ തന്നെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെയും ഒക്കെ ക്ഷണിക്കാതിരിക്കുന്ന ഒരു ചടങ്ങിലേക്ക് അദ്ദേഹം പോകാതിരിക്കാനുള്ള ഒരു മര്യാദ കാണിക്കണമായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രതിഷേധ സ്വരമെങ്കിലും ഉയർത്തണമായിരുന്നു. പകരം അദ്ദേഹം അത് ഉയർത്തിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം അതിൽ ചെന്ന് പങ്കെടുത്തു. ഞാൻ നേരത്തെ പലപ്പോഴും ശശി തരൂരിനെ അനുകൂലിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. കാരണം അദ്ദേഹം നല്ല ഒറേറ്ററാണ്, ഗംഭീരമായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ്. ഒരുപക്ഷെ നരേന്ദ്രമോദിക്കെതിരെ പോലും നിർത്താൻ കഴിയുന്ന ഒരു നേതാവാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മോശപ്പെട്ട പ്രവണതയാണ്. അദ്ദേഹം നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അതിൻ്റെ പിന്നിലൊക്കെ ചില താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇനി അദ്ദേഹം യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 4ാമത്തെ തവണയും കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റായി ഇവിടെ നിന്ന്, അതായത് തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച് ജയിച്ചു പോയിട്ടുള്ള ഒരാളാണ്. അതൊരു കാരണവശാലും തരൂരിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം ജയിച്ചതല്ല. കഴിഞ്ഞ തവണ അദ്ദേഹം ജയിച്ചത് രാജീവ് ചന്ദ്രശേഖറുമായിട്ട് കടുത്ത മത്സരത്തിൽ ഏതാണ്ട് 16,000-ലധികം വരുന്ന വോട്ടുകൾക്കാണ് അദ്ദേഹം ജയിച്ചത്. ആ കേവലം 16,000-ലധികം വരുന്ന വോട്ടുകൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് നിരവധി കോൺഗ്രസ്സുകാർ അധ്വാനിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി യഥാർത്ഥത്തിൽ ശശി തരൂർ ഓർക്കേണ്ടതായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് ഈ ശശി തരൂരും അത് പറന്നുപോയി. ആ ശശി തരൂരിനേക്കാൾ വലിയ വാശിയോടുകൂടി ഗൗരവ് പാട്ടിയും നരേന്ദ്രമോദിയും അതുപോലെ തന്നെ BJP ഭരണകൂടവും പറന്നുപോയിരിക്കുന്നു. ഇത് തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു പണിയാണ്. കാരണം ജനാധിപത്യം കാത്തു സൂക്ഷിക്കണമെങ്കിൽ അവിടെ കൃത്യമായിട്ടൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുകയും ആ പ്രതിപക്ഷ നേതാവിനെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഏകാധിപത്യമല്ലാത്ത, പകരം ജനാധിപത്യ വിശ്വാസിയായിട്ടുള്ള എതിർ സ്വരങ്ങളെ പോലും ബഹുസ്വരത്തെ പോലും അംഗീകരിക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു നേതാവായി കൂടി BJPയും അതുപോലെ ഗവൺമെൻറ്റും മാറേണ്ടതുണ്ട്. അങ്ങനെ മാറുകയല്ല ചെയ്യുന്നത്, പകരം ഫെഡറൽ സംവിധാനങ്ങളെ തകർത്തുകൊണ്ടും ഒരു ഏകാധിപത്യ പ്രവണതകൾ കാണിച്ചുകൊണ്ടും പ്രതിപക്ഷത്തോട് യാതൊരുവിധ ബഹുമാനമില്ലാതെയും രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മറുപടി പറയാതെയും ഒരു പ്രസ് മീറ്റിൽ പോലും പങ്കെടുക്കാതെയും നടക്കുന്നതിൻ്റെ ഏറ്റവും എക്സ്ട്രീം പോയിന്റിലേക്ക് കൂടി, ഏറ്റവും അങ്ങേറ്റത്തെ പോയിന്റിലേക്ക് കൂടി ഈ ഗവൺമെൻറ്റും നരേന്ദ്രമോദിയും എത്തിച്ചേരുന്നു എന്നുള്ളതിൻ്റെ പ്രകടമായിട്ടുള്ള ഉദാഹരണമാണ് കണ്ടത്. അതിനോട് കൂട്ടുനിന്നതിന് ശശി തരൂരും ചരിത്രം മാപ്പ് കൊടുക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന് മറ്റെന്ത് സ്ഥാനങ്ങൾ കിട്ടിയാലും ഇത്തരം പ്രവർത്തികൾക്ക് അദ്ദേഹം ഭാവിയിൽ വലിയ വില കൊടുക്കേണ്ടി വരും.